ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ എങ്ങനെയാണ് ഈ മീൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ അയിലയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 5-6 ഉള്ളി, ഇഞ്ചി 2 കഷ്ണം, പച്ചമുളക് 3 എണ്ണം, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് ഈ ഉള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം. പച്ചമുളക് നടുവേ കീറിയിട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് ഈ 3 ടേബിൾ സ്പൂൺ തേങ്ങയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കാം. ഒത്തിരി നന്നായിട്ട് മൊരിയണ്ട. ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റുക. അതിനുശേഷം നമ്മൾ അരച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുടംപുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനിപ്പോൾ അയില വേണമെന്നില്ല, ഏത് മീനാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പിന്നെ പുളിയുടെ സ്ഥാനത്ത് വേണമെങ്കിൽ മാങ്ങയും ഉപയോഗിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. 3 ടേബിൾ സ്പൂൺ മാത്രം തേങ്ങ എടുത്താൽ മതി, അധികം തേങ്ങ വേണ്ട. അതാണ് ഈ കറിയുടെ പ്രത്യേകത. 3 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്